Hi, hello, welcome back to SP Future. You are listening to Sadiq Pallikal. സോ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്നെല്ലാവരും ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, വിത്തൗട്ട് വേസ്റ്റിംഗ് ദ ടൈം വി ആർ മൂവിങ് ടു ദ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് മക്കളെ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ? ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചെറിയൊരു ധാരണയൊക്കെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ് മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ ചെറിയൊരു ധാരണ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, സിമ്പിളായിട്ട് 2 മാർക്കിന് എക്സാമിന് സ്ഥിരമായിട്ട് ചോദ്യം വരാറുള്ളൊരു ഭാഗമാണ് വാട്ട് ഡു യു മീൻ ബൈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സിമ്പിളായിട്ട് 2 സെൻറ്റൻസിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ട്രൂത്ത് വിച്ച് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ആക്ഷൻസ്. എന്താണ് ഫണ്ടമെൻ്റൽ ട്രൂത്ത്സുകളാണ്, അല്ലെങ്കിൽ എന്താണ് ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഓക്കെ, ഫണ്ടമെൻ്റൽ ട്രൂത്ത്സുകളോ അല്ലെങ്കിൽ ജനറൽ ഗൈഡ് ലൈൻസുകളോ ആണ് എന്ത് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന്. ഇപ്പം ബിസിനസ്സിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഏത് നോക്കിയാൽ മതി, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവൈലബിൾ ആണ്, അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ള നമുക്ക് ഇതിന് മനസ്സിലാവും. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, സോ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ. ദെൻ നമ്മുടെ അടുത്തൊരു ഭാഗമാണ് നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ് മക്കളെ? നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുക, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. അതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ, പ്രധാനമായിട്ടൊരു 6 പോയിൻറ്റ്സുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഏതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത്? യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി. എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിന് എന്തുണ്ട്, യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്, യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെ നോക്കിയാൽ കാണാം, ഓൾ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. ഇവിടെ പറഞ്ഞിട്ട് എന്താണ്, എല്ലാ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനുകളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതാണ് അവിടെ പറഞ്ഞത്. ഫസ്റ്റ് വണ് യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി, എല്ലാ സ്ഥാപനങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെയോ ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻസ് അല്ലേ. നമ്മൾ ഇവിടെ പറഞ്ഞതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഗൈഡ് ലൈൻസ് ടു ദ ആക്ഷൻസ് ആണ്. നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിനുള്ള എന്താണ് ഗൈഡ് ലൈൻസ്, നമ്മൾ എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് എങ്ങനെ നമ്മൾ ഡിസിഷൻസ് എടുക്കണം എന്ന് പറയുന്ന സംഭവമാണ് എന്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് വേരിയസ് മാനേജേഴ്സ്. ഒരുപാട് മാനേജേഴ്സിൻ്റെ പ്രാക്ടീസുകളും അവർ വർക്ക് ചെയ്ത് അതേപോലത്തെ സിറ്റുവേഷൻസിൽ അവർ വർക്ക് ചെയ്തതിൻ്റെയൊക്കെ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രിൻസിപ്പിൾസുകളാണ് എന്ത് നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഫ്ലെക്സിബിൾ നോട്ട് റിജിഡ്. എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഫ്ലെക്സിബിൾ ആണ്, അല്ലാതെ എന്തല്ല റിജിഡ് അല്ല, അനക്കാനോ അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനോ വരുത്താൻ പറ്റാത്തതല്ല. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്താണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. ഇപ്പോൾ പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് അതിൽ നമ്മുടെ പ്രിൻസിപ്പിൾസുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില അൾട്ടറേഷൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരുത്താൻ പറ്റും. അതാണ് എന്ത് പറഞ്ഞത്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ആർ ഫ്ലെക്സിബിൾ നോട്ട് റിജിഡ് എന്നുള്ള പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തായിട്ട് പറയുന്നത് എന്താണ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എയിം അറ്റ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലാണ് എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ ഒരു വ്യക്തിയെ നന്നാക്കി എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു പ്രോബ്ലംസുകളൊക്കെ സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലൂടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. ദെൻ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻ ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ്. നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കാൻ ഏതിലൂടെ പറ്റും, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യും, സാധ്യമാവും. ഓക്കെ, ക്ലിയർ ആയോ. ഇങ്ങനെ 6 പ്രിൻസിപ്പിൾസുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, 6 നാച്ചുറുകളാണ് ഇവിടെ പറയുന്നത്, നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഇവിടെ പറയുന്നത്. ക്ലിയർ ആയില്ലേ. ഒന്ന് എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെന്താണ്
ജനറൽ ഗൈഡ് ലൈൻസുകളാണ്. പിന്നെയോ ഇത് ഉണ്ടാക്കിയുള്ളത് ഒരുപാട് മാനേജേഴ്സിൻ്റെ പ്രാക്ടീസിൻ്റെയും എക്സ്പീരിയൻസിൻ്റെയും ബേസിലാണ്. ഇതെല്ലാം എന്താണ്, ഫ്ലെക്സിബിളാണ്, നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നതാണ്. പിന്നെയോ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിൻ്റെ കാര്യകാരണങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കും. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സഹായിക്കും. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്തുകൊണ്ടുണ്ടായി, അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും നമുക്ക് ഇതിലൂടെ പറ്റും, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിലൂടെ പറ്റും. ഓക്കെ, അതാണ് ഇത് പറഞ്ഞത്, നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. ദെൻ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനൊരു ഭാഗം സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സിഗ്നിഫിക്കൻസുകൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിയാൽ നിങ്ങളിവിടെ ഫസ്റ്റ് കൊണ്ട് പറയുന്നതാണ് ഇറ്റ് വിൽ ലീഡ്സ് ടു ഇൻക്രീസ് എഫിഷ്യൻസി. അതായത് നമ്മളൊരു പ്രോബ്ലം മാനേജ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഫ് വി ഫോളോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഫോളോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ. ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഹെൽപ്സ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മാനേജേഴ്സ് ഹാൻഡ്ലിങ് ഇൻ കോംപ്ലെക്സ് പ്രോബ്ലംസ്. അല്ലേ, ഞാൻ പറഞ്ഞ പോലെ എന്താണ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് നല്ല വൃത്തിയായിട്ട് വലിയ പ്രോബ്ലംസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. സോ അതെന്തിന് കാരണമാവും, നമ്മുടെ എഫിഷ്യൻസികൾ വർദ്ധിക്കാൻ എന്ത് ചെയ്യുന്നു, ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ രണ്ടാമത് പറയുന്നത് എന്താണ്, ഇറ്റ് ഹെൽപ്പ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അല്ലേ, നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് സാധ്യമാകും. എങ്ങനെയാണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളുകളാണ് ഇതൊക്കെ, ഡിവിഷൻ ഓഫ് വർക്കും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും ഒക്കെ. സോ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിസോഴ്സുകൾ അതിൻ്റെ മാക്സിമത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഏത് പറഞ്ഞത്, ഹെൽപ്പ് ഇൻ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തെന്താ പറയുന്നത് നോക്കൂ, ഇറ്റ് ഹെൽപ്സ് ഇൻ സയൻറ്റിഫിക് ഡിസിഷൻസ്. എന്താണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സയൻറ്റിഫിക് ഡിസിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടായിരിക്കില്ല, എറേഴ്സുകളും ബയാസുകളും ഒന്നും ഉണ്ടാവില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഡിസിഷൻസ് ആർ ഫ്രീ ഫ്രം ബയാസ് ആൻഡ് പ്രജുഡൈസസ്. അല്ലേ, ബയാസെന്നും അതുപോലെ തന്നെ പ്രജുഡൈസ് എന്നൊക്കെ എന്താണ്, ഫ്രീ ആണ്. അല്ലേ, എന്നാൽ അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടായിരിക്കില്ല, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഉണ്ടായിരിക്കില്ല. പിന്നെയോ ഇൻ മീറ്റിംഗ് ദ ചേഞ്ചിങ് എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്. അല്ലേ, എന്താ ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻ്റ് ഒക്കെ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ്ലെക്സിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലേ, നമുക്ക് സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് എന്ത് വരുത്താൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇതിൽ നമ്മുടെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ മാറ്റം വരുത്താൻ പറ്റുന്ന നേരെ തലകുത്തനിട്ടാണെന്നല്ല, നമുക്ക് അതിൽ അൾട്രേഷൻസുകൾ വരുത്താൻ പറ്റും. സോ നമ്മുടെ എൻവയോൺമെൻറ്റ് ചേഞ്ച് ആവുകയാണെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഓക്കെ, ദെൻ പിന്നെ പറയുന്നത് എന്താണ്, ഹെൽപ്പ് ദ മാനേജേഴ്സ് ടു ഫുൾഫിൽ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ദ സൊസൈറ്റി. സൊസൈറ്റിയോടുള്ള മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എന്ത് സഹായിക്കുന്നു, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മുടെ സൊസൈറ്റിക്ക് എങ്ങനെ വെൽഫെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാനിവിടെ പറ്റും. ക്ലിയർ ആയോ? ഇത്രയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പറഞ്ഞത്. ഇതിലിപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിന് ഇമ്പോർട്ടൻസുകൾ കുറവാണ്, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അത് കൺസിഡർ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, ദെൻ അടുത്ത ഭാഗമായിട്ട് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇത്, ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇത് തന്നെ ആയിരിക്കും, നോ മോർ ഡൗട്ട്. അല്ലേ, ഒരു കാര്യം ഉറപ്പിച്ച് വെച്ച്, നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് തന്നെ ആയിരിക്കും, നോ മാറ്റംസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഒരു മാറ്റവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിക്കുക, എന്താണ് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ നാച്ചറും സിഗ്നിഫിക്കൻസും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വ്യത്യസ്ത ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ള നോക്കാനാണ് പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ നിങ്ങൾ, ഹെൻറി ഫയോൾ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോൾ ആരാണ്? ഈസ് ദ ഫാദർ ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് ആണ്. ജനറൽ മാനേജ്മെൻറ്റ് ഫാദർ എന്നാണ് ആരറിയപ്പെടുന്നത്? ഹെൻറി ഫയോൾ എന്നറിയപ്പെടുന്നത്.
ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഗിവൺ ബൈ ഹിം ആർ. ഓക്കെ, ഇപ്പോൾ ജനറൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകൾ എന്താണ്? മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസുകളാണ്. എത്ര ഉള്ളത്? 14 ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അതിൽ നമ്മളെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ ഫസ്റ്റത്തെ പ്രിൻസിപ്പിളാണ് ഏതാണ് മക്കളെ? ഡിവിഷൻ ഓഫ് വർക്ക്. ശ്രദ്ധിക്കുക കേട്ടോ, ഇനി ഇവിടെ നിന്ന് പറയുന്ന എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞതാണ് ഡിവിഷൻ ഓഫ് വർക്ക് ആണ്. എന്താണ് അവിടെ പറയുന്നത്? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് കോംപ്ലക്സ് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു സ്മാൾ ടാസ്ക്. അതായത് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന വലിയ വലിയ വർക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ വർക്കുകളാക്കി ഡിവൈഡ് ചെയ്യണം. ആൻഡ് ഈച്ച് ടാസ്ക് ഷുഡ് ബി അസൈൻ ടു പർട്ടിക്കുലർ എംപ്ലോയി. അല്ലേ? എന്ത് ചെയ്യണം? ഓരോ ടാസ്കിനെയും നമ്മൾ എന്ത് ചെയ്യണം? ഓരോരോ എംപ്ലോയീസിനെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, ഓൾക്ക് അസോസിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതാണ് ഏത് പോയിന്റ് പറഞ്ഞത്? നമ്മുടെ ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറഞ്ഞ പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് ഏതാണ്? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഏതാണ് മക്കളെ? അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഫസ്റ്റ് വൺ ഏതായിരുന്നു? ഡിവിഷൻ ഓഫ് വർക്ക്. രണ്ടാമത്തേതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത് എന്താണ്? അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ടു ദ സബോർഡിനേറ്റ്. എന്താണ്? സബോർഡിനേറ്റ്സിന് ഓർഡർ കൊടുക്കാനുള്ള റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതോറിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റെസ്പോൺസിബിലിറ്റി? ഈസ് ദ ഒബ്ലിഗേഷൻ ടു പെർഫോം ദ വർക്ക് ഇൻ ദ മാനർ ഡിറക്റ്റഡ് ബൈ അതോറിറ്റി. അല്ലേ? അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് പറഞ്ഞ പോലെ വർക്ക് ചെയ്യാനുള്ള ഒബ്ലിഗേഷൻ. ആ പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബാധ്യതക്കാണ് നമ്മൾ എന്തെന്ന് പറയുക? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനമായി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കണം? പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയും പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആ സ്ഥാപനത്തിൽ എന്തുണ്ടാവുള്ളൂ? നല്ല സ്മൂത്തായിട്ട് വർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ? നടക്കത്തുള്ളൂ. ഓക്കെ, അതാണ് എന്ത് നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ഇനി നമ്മൾ മൂന്നാമത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്. എന്താണ്? ഡിസിപ്ലിൻ. അല്ലേ? നമുക്ക് എല്ലാവർക്കും പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അല്ലേ? ഡിസിപ്ലിൻ. എന്താണ് ഡിസിപ്ലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഒബീഡിയൻസ് ഓഫ് ഓർഗനൈസേഷൻ റൂൾസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എഗ്രിമെൻറ്റ്. എന്താണ്? ഒബീഡിയൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസിപ്ലിൻ എന്ന് വിളിക്കുന്നത്. അല്ലേ? നമ്മുടേതാണ് ഒബീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരണക്കാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓക്കെ, അടുത്ത പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ്. അല്ലേ? എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ്? ആണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഏത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. എന്താണ്? ഒറ്റ സുപ്പീരിയർ അടുത്തു നിന്ന് മാത്രമേ എന്ത് സ്വീകരിക്കാൻ പാടുള്ളൂ? ഓർഡേഴ്സ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഏത്? നമ്മുടെ യൂണിറ്റി ഓഫ് കമാൻഡ്. എപ്പം? അറ്റ് എ ടൈമിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഏത്? യൂണിറ്റി ഓഫ് കമാൻഡ്. അറ്റ് എ ടൈമിൽ ഒരുപാട് ആൾക്കാരെ കയ്യിൽ നിന്ന് സ്വീകരിച്ചാൽ എന്തായിരിക്കും? അവിടെ കൺഫ്യൂഷൻസും കോൺഫ്ലിക്റ്റുകളും ഈഗോ ക്ലാഷുകളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അല്ലേ? ഇവിടെ നോക്കൂ, ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് കൺഫ്യൂഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ഇൻ ദ എംപ്ലോയീസ്. അല്ലേ? എംപ്ലോയീസിൻ്റെയും എംപ്ലോയറുടെ ഇടയിലുള്ള കൺഫ്യൂഷൻസും കോൺഫ്ലിക്റ്റും ഒക്കെ ഒഴിവാക്കാൻ എന്ത് സഹായിക്കും? നമ്മുടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളുകൾ സഹായിക്കും. ദെൻ അടുത്ത പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അല്ലേ? നമ്മുടെ യൂണിറ്റി ഓഫ് കമാൻഡ് പോലെ തന്നെ വരുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ഏത്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഈച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ് മസ്റ്റ് ഹാവ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. അല്ലേ? ഒരേ സ്വഭാവമുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റികൾക്ക് എന്തേ പാടുള്ളൂ? ഒരു ഹെഡും ഒരു പ്ലാൻ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു ഹെഡ് ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ലീഡറായിട്ട് ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു പ്ലാൻ വെച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ഒരിക്കലും യൂണിറ്റി ഉണ്ടാവില്ല, ഐക്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന വർക്കുകളൊന്നും എന്ത് ചെയ്യില്ല? നമ്മുടെ ബിസിനസ്സിൻ്റെ പെർഫോമൻസിലേക്ക് കണക്റ്റ് ആയിട്ട് വരില്ല. സോ സെയിം ഒബ്ജക്റ്റീവുകളാണെങ്കിൽ ഒരു സെയിം മെത്തേഡിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഇത് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പറയുന്നത്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് ഏതാണ്? നമ്മുടെ ആറാമത്തെ പ്രിൻസിപ്പിൾ
സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. പേര് കേൾക്കുമ്പോൾ കുറച്ച് വലിയ പേരായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് ടേക്ക് പ്രയോറിറ്റി ഓവർ ദ ഇൻട്രസ്റ്റ് ഓഫ് എനി വൺ ഇൻഡിവിജ്വൽ എംപ്ലോയി. അതായത് ഒരു എംപ്ലോയിയുടെ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? കമ്പനിയുടെ ഗോളിനാണ്. ഒരാൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അയാളുടെ കീശയിലേക്ക് എങ്ങനെ ക്യാഷ് വരുന്നുള്ളതല്ല നോക്കേണ്ടത്, അതിനേക്കാൾ കൂടുതൽ കമ്പനിയുടെ കീശ എങ്ങനെ നിറയാൻ ശ്രമിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്, പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ കമ്പനിക്ക് പ്രോഫിറ്റ് കൂടുന്ന പക്ഷം അയാളുടെ സാലറിയിലും എന്തുണ്ടായിരിക്കും, ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും. സോ അങ്ങനെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ അയാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? കമ്പനിയുടെ ഇൻട്രസ്റ്റിനാണ്, അഥവാ ജനറൽ ഇൻട്രസ്റ്റിനാണ്, അല്ലാതെ എന്തിനല്ല, ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനല്ല. ഓക്കെ, ഇനി നമ്മുടെ 7ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താണ്? റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് ആണ്. എംപ്ലോയീസിൻ്റെ റെമ്യൂണറേഷൻ. എംപ്ലോയീസിന് എന്ത് കൊടുക്കുക? റെമ്യൂണറേഷൻ കൊടുക്കണമല്ലോ അല്ലേ? അതെങ്ങനെ കൊടുക്കണം? അതാണ് ഇവിടെ പറയുന്നത്. ഷുഡ് ബി ജസ്റ്റ്, ഇക്വിറ്റബിൾ ആൻഡ് ഫെയർ ബോത്ത് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ അല്ലേ? ആ സാലറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ഇക്വിറ്റബിൾ ആയിരിക്കണം, എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണം. മാത്രമല്ല ഫെയർ ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ടാൾക്കാർക്കും വലിയ നഷ്ടങ്ങളില്ലാത്ത രീതിയിലാവണം അല്ലേ? എംപ്ലോയീസിന് ഒരുപാട് വർക്കിനേക്കാൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നതും നല്ലതല്ല, എന്നാൽ അവർ ചെയ്യുന്ന വർക്കിനേക്കാളും വളരെ കുറച്ച് കൊടുക്കുന്നതും നല്ലതല്ല. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഗുണമുണ്ടാവുന്ന രീതിയിലുള്ള റെമ്യൂണറേഷൻസുകൾ എന്ത് ചെയ്യണം, കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു പ്രിൻസിപ്പിളാണ് എന്താണ്? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്താണ് പറയുന്നത് മക്കളെ? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. നമ്മളിവിടെ ഒരുപാട് തവണ കേട്ട് പരിചയമുള്ള വേർഡുകളാണ് അല്ലേ, സെൻറ്ററും ഡീസെൻറ്ററും ഒക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് അതിൻ്റെ മീനിങ്ങും വരുന്നത്. നോക്കൂ, സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി അറ്റ് ദ ടോപ്പ് മാനേജ്മെൻറ്റ്. അതോറിറ്റി ടോപ്പ് മാനേജ്മെൻറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെൻട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഡിസിഷൻസ് പൂർണ്ണമായിട്ടും ആരാണ് എടുക്കുന്നത്? ടോപ്പ് മാനേജ്മെൻ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? സെൻട്രലൈസേഷനുമാണ്. ഓക്കെ, അതാണ് സെൻട്രലൈസേഷൻ ആണുള്ളത്. ദെൻ ഇനി ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ദ ലോവസ്റ്റ് ലെവൽസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഡിസിഷൻസ് എടുക്കേണ്ട സാഹചര്യം വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, താഴത്തെ ലെവൽസിനും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്കും കൂടി നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും, പ്രാധാന്യം കൊടുക്കുകയാണെങ്കിലും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അഥവാ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആർക്ക് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കാം? ലോവർ ലെവലിന് ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കാം. ഒരു കമ്പനിയിൽ വെറും സെൻട്രലൈസേഷനും വെറും ഡീസെൻട്രലൈസേഷനും മാത്രം ആവാൻ പാടില്ല. ദർ മസ്റ്റ് ബി എ ബാലൻസ് ബിറ്റ്വീൻ ദി സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. രണ്ടും ഒരു ബാലൻസ് ചെയ്തിട്ട് എന്താകാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഏത് പറഞ്ഞത്? സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ് പോയിന്റ് പറഞ്ഞത്. ദെൻ 9ാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഏതാണ്? സ്കാലാർ ചെയിൻ. ഓക്കെ, ഏതാണ് പ്രിൻസിപ്പിൾ? സ്കാലാർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, എന്താണ് അവിടെ പറയുന്നത്? ദ ഫോർമൽ ലൈൻ ഓഫ് അതോറിറ്റി ഫ്രം ഹയസ്റ്റ് ടു ലോവസ്റ്റ് റാങ്ക്സ് ആർ നോൺ ആസ് സ്കാലാർ ചെയിൻ. അതായത് നമ്മുടെ ഇൻഫർമേഷൻസ് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫോർമൽ ലൈൻസിനെ അല്ലെങ്കിൽ ഫോർമൽ ചാനലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാലാർ ചെയിൻ എന്ന് വിളിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ഷുഡ് പാസ് ത്രൂ ദ എസ്റ്റാബ്ലിഷ്ഡ് ചെയിൻ ഓഫ് കമാൻഡ്. അതിലൂടെ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പാസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഏത് പറയുന്നത്? സ്കാലാർ ചെയിൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിളുകളിൽ പറയുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ പറ്റും അല്ലേ? ഇവിടെ ഈ എ എന്ന് പറയുന്ന ആൾക്ക് ഡി എന്ന് പറയുന്ന ആളുടെ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എ ബിനോട് പറഞ്ഞ് ബി സീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഡീൻ്റെ അടുത്തേക്ക് എത്തുള്ളൂ. ഓക്കെ, ഈ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചാനലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്കാലാർ ചെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്ക് സെഡിനോട് പറയാനുണ്ടെങ്കിലും അതുപോലെ തന്നെ ത്രൂ എക്സ് ത്രൂ വൈ ടു സെഡ് അല്ലേ, ആ രീതിയിലാണ് പോവുക. സോ ഈ ഒരു ചാനലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്കാലാർ ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അവിടെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് ഏത്? ഗ്യാങ് പ്ലാങ്ക് എന്ന് വെച്ചാൽ എന്ത് എന്നുള്ളത് നോക്കാം നമുക്ക്. ഗ്യാങ് പ്ലാങ്ക് എന്താണെന്നുള്ളത്. ഗ്യാങ് പ്ലാങ്ക് ഇവിടെ കണ്ടില്ല നിങ്ങൾ? ഈ സാധനമാണ്. അപ്പോൾ അതെന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഗ്യാങ് പ്ലാങ്ക്, പേഴ്സൺസ് ഓഫ് ദ സെയിം റാങ്ക് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ
എസ്പെഷ്യലി ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. ഗാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാലാർ ചെയിനിന് വിഭിന്നമായിട്ടുള്ളൊരു സമ്പ്രദായമാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം ലെവൽസിലുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഇവിടെ ഡിയും സെഡും സെയിം ലെവലിലുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും എമർജൻസി സിറ്റുവേഷൻസിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇത് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ അവർ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഡി സി, സി ടു ബി, എ എക്സ് വൈ സെഡ്, ഈ രീതിയിൽ വന്നാൽ എവിടേക്ക് എത്തുള്ളൂ? സെഡിലേക്ക് ഒരു കാര്യം ഡീൻ്റെ കയ്യിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ ഇത്രയും ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ആ മെസ്സേജ് ഡിസ്ട്രക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സാജുറേഷൻ സംഭവിക്കാനുള്ള ചാൻസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അല്ലേ. 4-5 ആൾക്കാരിലൂടെ കടന്നിട്ട് വേണം എവിടേക്ക് എത്താൻ? സെഡിലേക്ക് എത്താൻ. സോ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് ഏത് പറഞ്ഞിട്ടുള്ളത്? ഫയോള് ഗ്യാങ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ലോട്ട് ഓഫ് ടൈം സേവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മറ്റു എക്സ്പെൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇതായിരുന്നു നമുക്ക് ഏതിൽ പറയാനുണ്ടായിരുന്നത്? നമ്മുടെ സ്കാലാർ ചെയിനിൽ പറയാനുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഈ നമ്മുടെ മറ്റൊരു പ്രിൻസിപ്പിളാണ് എന്താണ്? ഓർഡർ. ശ്രദ്ധിക്കണം കേട്ടോ, സ്പെല്ലിങ് ശ്രദ്ധിക്കണം. ODER അല്ല, ഏതാണ്? ഓർഡർ ആണ്, ക്രമപ്രകാരം അല്ലേ. ഇവിടെ നോക്കിയേ, ദിസ് പ്രിൻസിപ്പിൾസ് പീപ്പിൾ ആൻഡ് മെറ്റീരിയൽസ് മസ്റ്റ് ബി ഇൻ സ്യൂട്ടബിൾ പ്ലേസസ് അറ്റ് ദ ഓർഗനൈസേഷൻ. വളരെ സിമ്പിളായിട്ട് എന്താണ്? പീപ്പിൾ ആവട്ടെ, മെറ്റീരിയൽ ആവട്ടെ, മെറ്റീരിയൽ ആവട്ടെ, മാൻ പവർ ആവട്ടെ, എന്തുമാവട്ടെ, അതിനൊക്കെ എന്തുണ്ടായിരിക്കണം? സ്യൂട്ടബിൾ പ്ലേസ് ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സ്ഥാപനം നല്ല പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം മാനേജർ ഫസ്റ്റ് ഫ്ലോറിൽ, പിറ്റേ ദിവസം മാനേജർ സെക്കൻഡ് ഫ്ലോറിൽ, പിറ്റേ ദിവസം മാനേജർ 5th ഫ്ലോറിൽ, ഇങ്ങനെ മാറി മാറി കളിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? വർക്കിൻ്റെ പെർഫോമൻസിനൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. സോ എന്ത് ചെയ്യണം? സ്ഥാപനത്തിലെ എല്ലാ സാധനങ്ങൾക്കും എന്തുണ്ടായിരിക്കണം? ഒരു പർട്ടിക്കുലർ ഓർഡർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇതാണ് ഇതിൽ പറയുന്നത്, നമ്മുടെ ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിളിൽ പറയുന്നത്. ദെൻ നമ്മുടെ 11ാമത്തെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ഇക്വിറ്റി എന്നാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണല്ലോ എന്ത്? ഇക്വിറ്റി. നോക്കാം, എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് പ്രിൻസിപ്പിൾ റിക്വയർസ് ദ മാനേജേഴ്സ് ടു ബി കൈൻഡ് ആൻഡ് ജസ്റ്റ് ടു വർക്ക്. സുപ്പീരിയർ ഷുഡ് ബി ഇമ്പാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് ദ സബോർഡിനേറ്റ്സ്. എന്താണ്? സബോർഡിനേറ്റ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ഡീൽ ചെയ്യുന്ന സമയത്താവട്ടെ, എന്തുണ്ടായിരിക്കണം? സബോർഡിനേറ്റ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കണം? ഒരു ഇക്വിറ്റബിൾ ബേസിലായിരിക്കണം. ഒരാൾക്ക് കൂടുതലായിട്ടൊരു സ്നേഹം കൂടുതൽ കാണിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ സ്നേഹം കുറവ് കാണിക്കുക, അങ്ങനത്തെ സിസ്റ്റംസ് എവിടെ ഉണ്ടാകാൻ പാടില്ല? ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല. വർക്കേഴ്സിന് എല്ലാവരും എന്തായിട്ട് കാണണം? ഈക്വലായിട്ട് കാണണം. അതാണ് ഏത് പ്രിൻസിപ്പിൾ പറയുന്നത്? ഇക്വിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ക്ലിയർ അല്ലേ? ദെൻ 12ാമത്തെ പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, വർക്കേഴ്സിൻ്റെ സ്ഥിരത. ഓക്കെ, അതിന് എക്സ്പ്ലനേഷൻ നോക്കൂ. അക്കോർഡിംഗ് ടു ഫയർ, വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി മൂവ്ഡ് ഫ്രം വൺ ജോബ് ടു അനദർ ഫ്രീക്വൻ്റ്ലി അല്ലേ. എന്താണ്? ഒരു വർക്കിൽ നിന്ന് മറ്റൊരു വർക്കിലേക്ക് ഒരു വർക്കർ എന്ത് ചെയ്യാൻ പാടില്ല? ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ചേഞ്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അവിടെ അതിനെ കൊണ്ടൊരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ഒരു ഗുണം നമുക്ക് കിട്ടൂല. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഇത് പറഞ്ഞത്, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സൺ. കുറച്ച് കാലത്തേക്കെങ്കിലും വർക്കേഴ്സിന് നമ്മളൊരു ജോബിൽ എന്ത് ചെയ്യണം? സ്ഥിരപ്പെടുത്തണം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്? അടുത്ത പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണ്? ഇനീഷ്യേറ്റീവാണ് അല്ലേ. 13ാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? ഇനീഷ്യേറ്റീവാണ്. എന്താണ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? മുന്നിലേക്ക് വരിക എന്നുള്ളതാണ്. വർക്കേഴ്സ് ഷുഡ് ബി എൻകറേജ്ഡ് ടു ടേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ ജോബ് ഓർ ഓപ്പർച്യൂണിറ്റി അല്ലേ. ഒരു ജോബിൽ എന്നാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, ഒരു ജോബ് വന്നു കഴിഞ്ഞാൽ വർക്കേഴ്സ് എന്ത് ചെയ്യണം? അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ട്രൈ ആവണം, അവർ ശ്രമിക്കണം. എന്നെങ്കിൽ മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ? ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഇത് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ദെൻ നമ്മുടെ 14ാമത്തെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത് എന്താണ്? എസ്പിരിറ്റ് ഡി കോപ്സ്. എന്താണ്? അല്ലെങ്കിൽ യൂണിയൻ ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നതാണ് നമ്മുടെ 14ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്? അക്കോർഡിംഗ് ടു ഫയോൾ, മാനേജ്മെൻറ്റ് ഷുഡ് പ്രൊമോട്ട് എ ടീം സ്പിരിറ്റ് ഓഫ് യൂണിറ്റി ആൻഡ് ഹാർമോണി എമംഗ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിൻ്റെ ഇടയിൽ എന്ത് പ്രൊമോട്ട് ചെയ്യണം? ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കാനും എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയാണ് എന്ത് വരുന്നത്? നമ്മളെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വരുന്നത്. ഏത് പ്രിൻസിപ്പിള്? ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വരുന്നത്. ഈ ഒരു പിക്ചർ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ. ഇതേ പിക്ചർ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? നോട്ട് ഡൗൺ ചെയ്യണം. ഈ ഒരു പിക്ചർ സ്കാലാർ ചെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ട് എഴുതിക്കോളുക കേട്ടോ. ഓക്കെ, സോ സ്കാലാർ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഒരിക്കലും മറക്കരുത്.
ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്, essay ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റും ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നെടുത്തത് എല്ലാവർക്കും മനസ്സിലായിരുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.